ഫസ്റ്റിൽ സെൻഡ് ചെയ്ത വീഡിയോയിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഞാനിവിടെ സൊല്യൂഷൻ ചെയ്തിരിക്കുന്നത്. പ്രൈമറി ഡിസ്ട്രിബ്യൂഷനാണ്. പ്രൈമറി ഡിസ്ട്രിബ്യൂഷനിൽ ഞാൻ ആദ്യമേ പറഞ്ഞു രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകളാണുള്ളത്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റും. അപ്പോൾ ക്വസ്റ്റിൽ തന്നിരിക്കുന്ന എക്സ്പെൻസുകൾ നമ്മൾ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിനും ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ 3 ഡിപ്പാർട്ട്മെൻറ്റുകളാണ്, A, B, C. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിന് D and E. നോക്കുക, ഐറ്റംസ് ഫോർമാറ്റ് നന്നായിട്ട് നോക്കുക. 5 കോളങ്ങളായിട്ടാണ് ഫോർമാറ്റ് നമ്മൾ വരച്ചിരിക്കുന്നത്. ഫസ്റ്റ് കോളം ഐറ്റം, സെക്കൻഡ് കോളം ബേസ്, തേർഡ് കോളം ടോട്ടൽ കോളം, ഫോർത്ത് കോളം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തു, 3 ഡിപ്പാർട്ട്മെൻറ്റുകളാക്കി ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ആൻഡ് ഫിഫ്ത്ത് കോളം സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇങ്ങനെ 5 കോളമായിട്ടാണ് ഫോർമാറ്റ് വരയ്ക്കേണ്ടത്. ഐറ്റം ക്വസ്റ്റിൽ തന്നിരിക്കുന്ന എല്ലാ ഐറ്റങ്ങളും എഴുതി കൊടുക്കുക. എത്ര ഐറ്റം ഉണ്ടോ അതെല്ലാം എഴുതി കൊടുക്കുക. നമ്മുടെ അതിൽ റെൻറ്റ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബിൽഡിംഗ്, റേറ്റ്സ് ആൻഡ് ടാക്സസ്, ഇൻഷുറൻസ് ഓഫ് ബിൽഡിംഗ്, ഇൻഷുറൻസ് ഓഫ് പ്ലാൻ, ഡിപ്രിസിയേഷൻ ഓൺ അതർ അസെറ്റ്സ്, ലൈറ്റിംഗ്, പവർ, സ്റ്റോർസ് ഓഫ് ഓവർ ഹെഡ്, സബ്സിഡി ടു ക്യാൻറ്റീൻ. ഇത്രയും ഐറ്റംസാണ് നമ്മുടെ ക്വസ്റ്റിനകത്തുള്ളത്. അപ്പോൾ ആ ഐറ്റത്തിൻ്റെ കോളത്തിൽ എല്ലാ ഐറ്റങ്ങളും എഴുതി കൊടുക്കുക. സെക്കൻഡ് വൺ ആണ് ശ്രദ്ധിക്കേണ്ടത്. ക്വസ്റ്റിൻ്റെ താഴെ തന്നിരിക്കുന്ന അപ്പോർഷൻമെൻറ്റിൻ്റെ ബേസിലാണ് റേഷ്യോ എഴുതി കൊടുക്കുക. അതാണ് കോളം, സെക്കൻഡ് കോളം ബേസ്. ഇപ്പോൾ റെൻ്റ് ആണെങ്കിൽ റെൻ്റ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ഏരിയേൻ്റെ ബേസിലാണ്. ഏരിയ ക്വസ്റ്റിൽ തന്നിരിക്കുന്ന വാല്യൂസ് 3000, 4000, 4000, 2000 ആൻഡ് 2000 എന്നാണ്. അപ്പോൾ അത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 3:4:4:2:2 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ബ്രാക്കറ്റിനകത്ത് നിങ്ങൾ ആ റേഷ്യോയും കൂടെ എഴുതി കൊടുക്കുക. തേർഡ് കോളത്തിൽ റെൻറ്റിൻ്റെ ടോട്ടൽ എമൗണ്ട്, ക്വസ്റ്റിൽ തന്നിരിക്കുന്ന ടോട്ടൽ എമൗണ്ട് എഴുതി കൊടുക്കുക. ടോട്ടൽ എമൗണ്ട് 10,800 എഴുതി കൊടുത്തിട്ട് ഈ 10,800 നമ്മൾ 5 ഡിപ്പാർട്ട്മെൻറ്റിനും ഈ റേഷ്യോയിൽ, അതായത് 3:4:4:2:2 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡിവൈഡ് ചെയ്തുമ്പോൾ ശ്രദ്ധിക്കുക, ഫസ്റ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഫസ്റ്റ് A ഡിപ്പാർട്ട്മെൻറ്റാണ്. ഡിപ്പാർട്ട്മെൻറ്റ് എക്ക് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ 10,800, അതായത് ടോട്ടൽ വാല്യൂ ഇൻറ്റു എൻ്റെ റേഷ്യോ 3 ബൈ ടോട്ടൽ റേഷ്യോ. ടോട്ടൽ റേഷ്യോ എന്ന് പറയുന്നത് 3+4+4+2+2 15 ആണ് വരുന്നത്. അപ്പം എക്കുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ 10,800 ഇൻറ്റു 3/15 അതിൻ്റെ വാല്യൂ കിട്ടും 2,160. ബീൻ്റെ വാല്യൂ അതേപോലെ 10,800 ഇൻറ്റു ബീൻ്റെ റേഷ്യോ 4 ആണ്, 4/12 2,880. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ. അതാണ് ഫസ്റ്റിൽ. സെക്കൻഡ് വൺ ബിൽഡിംഗ് ആണ്. ബിൽഡിങ്ങും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ഏരിയേൻ്റെ ബേസിലാണ്. ദെൻ റേറ്റ്സ് ആൻഡ് ടാക്സസ് ഏരിയേൻ്റെ ബേസിൽ തന്നെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. വാല്യൂ 3,000. അപ്പോൾ 3,000 ഇൻറ്റു 3/15 600 കിട്ടും. പിന്നെ 3,000 ഇൻറ്റു 4/15 800. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. നാലാമത്തത് ഇൻഷുറൻസ് ഓഫ് ബിൽഡിംഗ്. ബിൽഡിങ്ങും നമ്മൾ ഫ്ലോർ ഏരിയേൻ്റെ ബേസിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ 4 എണ്ണത്തിന് 4 ഐറ്റം, റെൻറ്റും, ഡിപ്രിസിയേഷൻ ഓഫ് ബിൽഡിംഗ്, റേറ്റ്സ്, ഇൻഷുറൻസ്, ഈ 4 ഐറ്റത്തിൻ്റെയും റേഷ്യോ ഏരിയേൻ്റെ ബേസിലാണ് നോക്കുന്നത്. ദെൻ അടുത്തത് ഇൻഷുറൻസ് ഓഫ് പ്ലാന്റ്. പ്ലാന്റിൻ്റെ ഇൻഷുറൻസ്. പ്ലാന്റിൻ്റെ ഇൻഷുറൻസ് കാണാൻ ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് വാല്യൂ ഓഫ് അസെറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. വാല്യൂ ഓഫ് അസെറ്റ്സ് വാല്യൂസ് നോക്കുക. തന്നിരിക്കുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഹൈ വാല്യൂസാണ് തന്നിരിക്കുന്നത്. 1,50,000, 1,90,000, 1,80,000, 1 lakh, ദെൻ ഫിഫ്ത്ത് 1,80,000. ഇങ്ങനെയുള്ള വാല്യൂസാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആ വാല്യൂസിനെ നമ്മൾ റേഷ്യോ ബേസിലെടുത്തപ്പം 15:19:18:10:8 എന്നുള്ള റേഷ്യോ ആണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ബേസിൽ ഫസ്റ്റ് വാല്യൂ ആയിരിക്കുന്നത് ഇൻഷുറൻസ് ഓഫ് പ്ലാന്റിൻ്റെ വാല്യൂ 8,400 ആണ്. അപ്പം എ എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ എങ്ങനെയാണ് വരിക? 8,400 ഇൻറ്റു 15/ൻ്റെ ടോട്ടൽ വാല്യൂ. ഇതിൻ്റെ ടോട്ടൽ വാല്യൂ എത്രയാണ് വരിക? 10, 20, 30, 40, 56, 59, 68 or 70. അപ്പോൾ ആ വാല്യൂ ഏതാണോ ആ വാല്യൂവിൻ്റെ ബേസിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ദെൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അതർ അസെറ്റ്സ്. അതർ അസെറ്റ്സിൻ്റെ റേഷ്യോയും വാല്യൂ ഓഫ് അസെറ്റ്സ് ആണ്. ഇതേ റേഷ്യോയിൽ തന്നെ ഈ 42,000 ഡിവൈഡ് ചെയ്യാം. അടുത്തത് ലൈറ്റിംഗ് ആണ്. ലൈറ്റിംഗ് തന്നിരിക്കുന്നത് നമ്പർ ഓഫ് ലൈറ്റ് പോയിൻറ്റ്സ് എന്നുള്ള റേഷ്യോ ആണ് തന്നിരിക്കുന്നത്. നോക്കുക, ലൈറ്റ് പോയിൻറ്റ്സിൻ്റെ റേഷ്യോ അതേപോലെ തന്നെ എഴുതിയാൽ മതി. ചെറിയ വാല്യൂസാണ് തന്നിരിക്കുന്നത്. 15:10:7:5:3 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. പവർ ആണെങ്കിൽ ഹോഴ്സ് പവർ ഓഫ് മെഷീൻ.
ക്വസ്റ്റ്യനിൽ കാണാം 400 300 200 200 നിൽന്നുണ്ട്. അപ്പോൾ ആ വാല്യൂസിനനുസരിച്ച് അപ്പോൾ നില്ലാവുന്ന സമയത്ത് ലാസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് വാല്യൂ ഉണ്ടാവില്ല. ലാസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞാൽ ഈ ഡിപ്പാർട്ട്മെൻറ്റിന് വാല്യൂ ഉണ്ടാവില്ല. അപ്പം റേഷ്യോ വരുന്നത് 4:3:2:2. അപ്പോൾ എമൗണ്ട് 16,500 ആണ്. 16,500 ഫസ്റ്റത്തെ ഡിപ്പാർട്ട്മെൻറ്റ് എക്ക് ഡിവൈഡ് ചെയ്യേണ്ടത് 16,500 ഇൻറ്റു 4 എത്ര വരും നോക്കുക. 4 + 3 7 11 വരും. 4/11 വരും. അടുത്ത ആൾക്കാണ് 16,500 ഇൻറ്റു 3/11, ദെൻ 16,500 ഇൻറ്റു 2/11, 60,500 ഇൻറ്റു 2/11. നെക്സ്റ്റ് വാല്യൂ നിൽ. ഇനി അടുത്ത ഐറ്റം വന്നിരിക്കുന്നത് സ്റ്റോർസ് ഓഫ് ഓവർഹെഡ് ആണ്. സ്റ്റോർസ് ഓഫ് ഓവർഹെഡ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് വാല്യൂ ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് കാണും. അതിൻ്റെ ബേസിലാണ് ക്വസ്റ്റ്യൻ നല്ലോണം നോക്കുക. വാല്യൂ ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് ബേസിൽ ABC കഴിഞ്ഞാൽ D ഡിപ്പാർട്ട്മെൻറ്റിന് വാല്യൂ ഇല്ല. അപ്പോൾ D ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വാല്യൂ എന്തായിരിക്കും? നില്ലായിരിക്കും വരിക. അത് കഴിഞ്ഞിട്ട് Eക്കാണ് വരുന്നത്. എമൗണ്ട് വരുന്നത് 90,000, 80,000, 60,000 ആൻഡ് 40,000. 40,000 വരുന്നത് Eക്കാണ്. അപ്പോൾ റേഷ്യോ വരിക 9:8:60:4. ആ വാല്യൂവിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് വൺ സബ്സിഡി ഓഫ് ക്യാൻറ്റീൻ സബ്സിഡി എംപ്ലോയീസ് നമ്പർ ഓഫ് എംപ്ലോയീസ് ബേസിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്പർ ഓഫ് എംപ്ലോയീസ് അവിടെ കൊടുത്തിരിക്കുന്നത് 80, 110, 60, 30, 20 ആണ്. അപ്പോൾ ഡിവിഷൻ വരുന്നത് 8:11:6:3:2 ബേസിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഈ റേഷ്യോ, ഈ ബേസ് കോളത്തിലെ റേഷ്യോ മാത്രം നോക്കിയാൽ മതി. എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യാം? ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്യുന്ന സമയത്ത് ടോട്ടൽ കോളം ടോട്ടൽ ചെയ്യാം. ഡിപ്പാർട്ട്മെൻറ്റ് എ, ഡിപ്പാർട്ട്മെൻറ്റ് ബി, സി, ഡി, ഇ ഇതെല്ലാം ടോട്ടൽ ചെയ്തിട്ടേക്കാം. ഇതാണ് ഫസ്റ്റ് മെത്തേഡ്, അതായത് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. അപ്പോർഷൻമെൻറ്റിൽ വരുന്ന പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡാണ് ഈ പറഞ്ഞിരിക്കുന്നത്. സിമ്പിളാണ് ചെയ്യാൻ. ആ ബേസ് ഏരിയ മാത്രം നോക്കിയാൽ മതി. ഏരിയക്കനുസരിച്ച് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക, ടോട്ടൽ ചെയ്തിടുക. ഈ ക്വസ്റ്റ്യൻ എത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അടുത്ത മെത്തേഡിലാണ് നമുക്ക് കൺഫ്യൂസ്ഡ് ആവുന്നത്. അപ്പോൾ അത് നല്ലോണം നോക്കുക. ഇത് നോട്ടിനകത്ത് ചെയ്തിട്ട് എനിക്ക് ഫോട്ടോ എടുത്തിട്ട് അയച്ചു തരാം. ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് 2 എണ്ണം ഞാൻ ഫോട്ടോ അയച്ചു തരും. അതിൻ്റെ സൊല്യൂഷനും കൂടെ പേഴ്സണലായിട്ട്, അതായത് നമ്മുടെ ഗ്രൂപ്പിൽ അയക്കേണ്ട, എനിക്ക് ഇൻഡിവിജ്വലായിട്ട് തന്നെ അയച്ചു തരണം. ഓക്കെ, താങ്ക് യു.